ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളെ ഈദ് ഡേ ആണ്. ഈദ് ഡേ ആയിട്ട് നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു നമ്മളെല്ലാം റെഡിയായി നിൽക്കുകയാണ്. എന്താണെന്നറിയാവോ, നമ്മളെല്ലാ ഈദ് ദിവസവും എവിടെ പോവും? നമ്മൾ വലിയവിടെ പോകും, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ റെഡിയായി നിൽക്കുകയാണ്. റെഡിയായി നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ചൊരു വ്ളോഗ് എടുക്കാമെന്നായിരിക്കും വിചാരിച്ചോണ്ടേ. കയറുന്ന കയറ്റം കണ്ടോ? വിടല്ലേ നോക്ക്, അത് നിന്റെ ഡ്രസ്സ് നേരെ നിൽക്ക്. ഇങ്ങനെയൊക്കെ കാണിക്കുള്ളൂ വീഡിയോ എടുക്കുന്ന സമയത്ത്. ലൈന ഹായ് പറ, ഈദ് മുബാറക് പറ. അത് നീ പറ, ഈദ് മുബാറക്. ഈദ് മുബാറക്. അപ്പോൾ രാവിലെ തന്നെ ഇവൻ ഈ സൈക്കിൾ എടുത്ത് ഓട്ടിക്കണം എന്നും പറഞ്ഞുള്ള ബഹളത്തിലാണ്. നമ്മൾ മുറ്റത്തിപ്പോൾ ഇറങ്ങാൻ നിൽക്കാൻ പറ്റില്ല, കാരണം പണി ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര കല്ലും മണ്ണും പൊടിയൊക്കെയാണ്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ? അത് കാണുന്നുണ്ടോ? അപ്പോൾ മുറ്റമൊക്കെ ഫുൾ ഇളക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വേണം നമ്മൾ അകത്ത് കയറാൻ. അപ്പം ഞാൻ എടുത്തതുണ്ടോ, ഇതുപോലത്തെ ഒരു ഡ്രസ്സാണേ. ഇത് ഒരു അബായ പോലത്തെ ഒരു മോഡലാണേ. കണ്ടോ അബായ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ മോഡൽ ഡ്രസ്സ് ഇടുന്നത്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇക്കുതാ റെഡിയായി. രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ഫുഡെല്ലാം കഴിച്ചു. ഇപ്പം അകത്താണ്. അപ്പം നമ്മളെ വണ്ടി ഒന്ന് ചെറുതായിട്ട് പഞ്ചറായിരുന്നു രാവിലെ, അപ്പോൾ അത് ശരിയാക്കാനൊക്കെ പോയിട്ട് വീണ്ടും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിരിക്കുകയാണ്. പോയിട്ട് വന്നിട്ട് നമ്മൾ വലിയവളിയിലോട്ട് പോകും. അപ്പോൾ ഇന്ന് ഞാൻ ഈദായിട്ട് വെച്ച ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഭയങ്കരമായിട്ടൊന്നുമില്ല, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. ഈ പിള്ളേർ വലുതായിട്ടൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ഇനി കുറച്ച് പാലാടയും ചിക്കൻ ഫ്രൈയും മട്ടൻ കറിയും അത്രേ വെച്ചോളൂ. പിന്നെ ഇടിയപ്പം കൂടെ വെച്ചു. വേറെ ഒന്നും വെച്ചില്ല. പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങിച്ചൊന്നുമില്ല, കാരണം വേസ്റ്റ് ആവും. അതുകൊണ്ടില്ല. ഇനി വലിയവളയിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ കാണാം. ഓക്കെ. ഹലോ, അപ്പം നമ്മൾ വലിയവിളയിലെത്തി. അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണി കണ്ടോ? പപ്പാക്ക് പെരുന്നാളായിട്ട് പണി കിട്ടി, കാലൊന്നും വയ്യ, കാല് ഫുൾ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ഡിഷസൊക്കെ ഞാൻ കാണിച്ചു തരാം. മട്ടൻ ബിരിയാണി, നല്ല മട്ടൻ കറി, അത്തരത്തിൽ നല്ല ബീഫ് കറി, ഫ്രൈ ആണ്. അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നീട് നമ്മൾ പുറത്തോട്ടൊന്നും പോയില്ല. പപ്പ കാലിലോട്ടും വയ്യ, അപ്പം താമസിച്ചാണ് വന്നത്. പിന്നെ ഞങ്ങൾ മുകളിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അത്രയേ ഉള്ളൂ. പിന്നെ രാത്രിയായപ്പോൾ തിരിച്ച് വീടെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ കുഞ്ഞ് ഈദ് വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ.